നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സ്കൂൾ കുട്ടികൾക്ക് വിൽപ്പന നടത്താനുള്ള MDMAയും കഞ്ചാവുമായി 2 പ്രതികളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ആംബുലൻസ് സർവീസിന് തുടക്കം കുറിച്ചു. ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനോദ്ഘാടനവും ഫ്ളാഗ് ഓഫും ഗീതാ ഗോപി MLA നിർവഹിച്ചു. ചൊവ്വൂർ YMCAയുടെ 45ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മാർപ്പാപ്പയുടെ ഷെവലിയർ ബഹുമതിക്ക് അർഹനായ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളത്തിന് യോഗത്തിൽ അനുമോദനം. വാർത്തകൾ വിശദമായി. സ്കൂൾ കുട്ടികൾക്ക് വിൽപ്പന നടത്താനുള്ള MDMAയും കഞ്ചാവുമായി 2 പ്രതികളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓട്ടോ ഡ്രൈവറായ കുട്ടനെല്ലൂർ സ്വദേശി ആലുക്കൽ വീട്ടിൽ ശ്രീജിത്ത്, ആനന്ദപുരം സ്വദേശി കൂപ്ലിക്കാടൻ വീട്ടിൽ ആഷിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ചൊവ്വൂർ, പാലക്കൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. ശനിയാഴ്ച വൈകിട്ട് 6:30 ചൊവ്വൂരിൽ നിന്നാണ് പ്രതി ശ്രീജിത്ത് സ്കൂൾ കുട്ടികൾക്ക് വിൽക്കാനുള്ള MDMAയുമായി പോലീസിന്റെ പിടിയിലായത്. പ്രതി ശ്രീജിത്ത് തൃശൂർ റൗണ്ടിൽ വാടകയ്ക്ക് ഓടിക്കുന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവറാണ്. ഇതിന്റെ മറവിലാണ് നിരോധിത ലഹരി മരുന്ന് ഇയാൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തിയിരുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയാണ് കേസെടുത്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതി ശ്രീജിത്ത് വിയ്യൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട് കയറി ആക്രമണം നടത്തിയ കേസിലും മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം വാഹനമോടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കാൻ ഇടയായ കേസിലും പ്രതിയാണ്. ചേർപ്പ് പാലക്കൽ ബസ് സ്റ്റോപ്പിന് സമീപത്ത് നിന്നാണ് സ്കൂൾ കുട്ടികൾക്ക് വിൽപ്പന നടത്താൻ സൂക്ഷിച്ച കഞ്ചാവുമായി വധശ്രമ കേസിലെ പ്രതി അറസ്റ്റിലായത്. ആനന്ദപുരം സ്വദേശി കുപ്ലിക്കാടൻ വീട്ടിൽ ആഷിഖാണ് അറസ്റ്റിലായത്. ശനിയാഴ്ച വൈകിട്ട് 5:30 സംഭവം. ഇയാളിൽ നിന്ന് കഞ്ചാവ് വിൽപ്പനയിലൂടെ ലഭിച്ച 1,30,000 രൂപയും പോലീസ് പിടിച്ചെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് 2 പ്രതികളെയും പിടികൂടിയത്. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രതി ആഷിഖ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിൽ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, SI-മാരായ K. ഷിജു, സഞ്ജയ്, ASI ജയചന്ദ്രൻ, ഗ്രേഡ് SI-മാരായ MS ഷാജു, GS അനീഷ്, CPO-മാരായ അനീഷ്, അജിത് കുമാർ, പ്രബുൽ ദീപ്, പ്രതുൽ പ്രിയൻ, PN മനോജ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ആംബുലൻസ് സർവീസിന് തുടക്കം കുറിച്ചു. ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനോദ്ഘാടനവും ഫ്ളാഗ് ഓഫും ഗീതാ ഗോപി MLA നിർവഹിച്ചു. ഹൈവേയിൽ ഒരു പെട്രോൾ ടാങ്കർ മറിഞ്ഞു. കൊപ്രകളും ഭാഗത്ത് ഹൈവേ. ഈ ടാങ്കർ മറിയുന്നത് തന്നെ അർദ്ധരാത്രി 1 മണിക്കാണ്. മറിഞ്ഞുടനെ ഭയങ്കര സൗണ്ടാണ് പരിസരത്ത് ഉണ്ടായി എന്നാണ് ആളുകൾ പറഞ്ഞത്. ഒരു കാര്യം നമുക്ക് അതിൽ അത്ഭുതം ഉണ്ടായത്, ആ ടാങ്കർ കാലിയായി. പെട്രോൾ കൊണ്ടുവന്ന ടാങ്കർ ലോറി കാലിയായതുകൊണ്ട് വൻ ദുരന്തമുണ്ട്. പക്ഷെ ആ മറിഞ്ഞ ഉടനെ പലപ്പാട് നമ്മൾ നാട്ടിയെ ബേസ് ചെയ്ത് ഒരു ഫയർ സ്റ്റേഷൻ നമ്മൾ രൂപീകരിച്ചതുകൊണ്ട് ആ അപകടം അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഫയറിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ വാഹനങ്ങളുമായി വന്ന് ആ ടാങ്കിനകത്തെ ഡ്രൈവറെ അവരായുധം കൊണ്ട് വെട്ടിപ്പൊളിച്ചാണ് അയാൾ അതിനകത്തുനിന്ന് എടുത്തു മാറ്റി. സമയബന്ധിതമായി, സന്ദർഭോചിതമായി ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ സമൂഹം കാണുന്ന ഏറ്റവും വലിയ പദ്ധതികൾക്കാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നത്. തീർന്നില്ല.
ആംബുലൻസ് സംവിധ വാക്സിൻ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ തന്നെ എത്രമാത്രം പെയിൻ ആൻഡ് പാലിറ്റീവിൻ്റെ ചെറിയ ഒമിനി പോലുള്ള ആംബുലൻസുകളുണ്ട്. എത്രമാത്രം സർവീസ് സംവിധാനം നമുക്ക് നാട്ടിലുണ്ടായാലും ജനങ്ങളുടെ ജീവന് വലിയൊരു വിലയുണ്ട് എന്ന യാഥാർത്ഥ്യമൂല്യം നമ്മളെല്ലാവരും തിരിച്ചറിയും. ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് CK അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PO വർഗീസ് മുഖ്യാതിഥിയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ ആമീർ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് KK മധു, ബാങ്ക് സെക്രട്ടറി വിദ്യ E സുരേന്ദ്രൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ സഹകരണ മേഖലയിലുള്ള നിരവധി പേരും ചടങ്ങിൽ പങ്കെടുത്തു. ചൊവ്വൂർ YMCAയുടെ 45-ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മാർപ്പാപ്പയുടെ ഷെവലിയർ ബഹുമതിക്ക് അർഹനായ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളത്തിന് യോഗത്തിൽ അനുമോദനം. ചൊവ്വൂർ YMCA പ്രസിഡന്റ് ജോബി ജോർജിന്റെ അധ്യക്ഷതയിലായിരുന്നു വാർഷിക പൊതുയോഗം നടന്നത്. YMCA കേരള റീജിയൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ്, തൃശൂർ സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് എന്നിവർ മുഖ്യാതിഥികളായി. സെക്രട്ടറി ജോസഫ് പുളിക്കൻ വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ MO പോൾസൺ വാർഷിക കണക്കും അവതരിപ്പിച്ചു. 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് YMCA കേരള റീജിയണൽ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് പ്രകാശനം ചെയ്തു. സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി ഏറ്റുവാങ്ങി. ലയോ 14-ാം മാർപ്പാപ്പയുടെ പ്രത്യേക ബഹുമതിയായ ഷെവലിയർ പദവി ലഭിച്ച YMCA ചൊവ്വൂർ ലൈഫ് മെമ്പർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളത്തിനെ യോഗത്തിൽ അനുമോദിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, ഹൈവേ നാഷണൽ സെക്രട്ടറി ജസ്മരി ആൻഡോ, വനിതാ ഫോറം കൺവീനർ ലീന ലാസർ, ആൻ ജോസഫൈൻ എന്നിവർ സംസാരിച്ചു. അതിന്റെ അംഗീകാരമാണ് ഷെവലിയർ പട്ടത്തിൽ കൂടി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. YMCA സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ അഭിമാനത്തിന്റെയും നിമിഷമാണ്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു വലിയ അംഗീകാരമാണ്. അതും കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ 5 പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ 4ാമത്തെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ദ ഓർഡർ ഓഫ് സെന്റ് ഗ്രിഗറി എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത് ലഭിക്കുമ്പോൾ അദ്ദേഹം ഉൾപ്പെടുന്ന ഈ അൽമായരുടെ സംഘത്തിനെ അത് തീർച്ചയായും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് YMCAക്ക് തന്നെ ലഭിക്കുന്ന അംഗീകാരമായിട്ട് നാം കരുതുമ്പോൾ അത് തീർച്ചയായും എല്ലാവർക്കും, അത് സഭയ്ക്ക് മാത്രമല്ല, ചേവൂർ YMCAക്ക് മാത്രമല്ല, അത് കേരള റീജിയന് തന്നെ ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ചാത്തകുടം പൂലാനിപ്പാടം റോഡിന് ചെണ്ടുമല്ലിപ്പൂക്കളുടെ സൗന്ദര്യം പകരുന്ന സ്നേഹാരാമം പദ്ധതിക്ക് തുടക്കമായി. റോഡിന്റെ ഇരുവശങ്ങളും ശുചീകരിച്ച് ചെണ്ടുമല്ലി ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതാണ് പദ്ധതി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 4ാം വാർഡ് മെമ്പർ സിജോ എടപ്പള്ളി, 5ാം വാർഡ് മെമ്പർ സൗമ്യ രജനീഷ്, വല്ലച്ചിറ ഓണാഘോഷ ഗ്രാമോത്സവം കമ്മിറ്റി പ്രസിഡന്റ് സുധാ നമ്പ്യാർ, 4ാം വാർഡ് ആശാ വർക്കർ KV ബിന്ദു, പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് ശരത് ജെ മേനോൻ, സെക്രട്ടറി C പ്രദീപ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പദ്ധതി പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. റോഡിന്റെ ഇരുവശങ്ങളും ശുചീകരിച്ച ചെണ്ടുമല്ലി ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ വല്ലച്ചിറയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള വ്യക്തികൾ, വിവിധ കലാസമിതി അംഗങ്ങൾ, നാട്ടുകാർ എന്നിവരും പങ്കാളികളായി. ചാത്തുകുളം പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സ്നേഹാരാമം പദ്ധതി നടപ്പിലാക്കുന്നത്. ചാത്തുകുളം പുലാനിപ്പാടം റോഡിന്റെ ഇരുവശങ്ങളും ശുചീകരിച്ച 500ഓളം ചെണ്ടുമല്ലി തൈകളാണ് സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിച്ചത്. ഭിന്നശേഷി കുട്ടികളുടെ സൗജന്യ പരിശീലന കേന്ദ്രമായ വെങ്ങലിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ കവി സച്ചിദാനന്ദന്റെ 80ാം പിറന്നാൾ ആഘോഷം. കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ഒരുക്കിയ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിനിടെയായിരുന്നു പിറന്നാൾ ആഘോഷം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് മാനസികോന്മേഷം നൽകുന്ന പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് വായനയുടെ സ്വർഗം എന്ന പേരിൽ ലൈബ്രറി ഒരുക്കിയത്. 3000ഓളം പുസ്തകങ്ങൾ ലൈബ്രറിയിലുണ്ട്. സൊസൈറ്റിയിൽ വായനയും എഴുത്തും ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടായ്മയായ എഴുത്തകം അംഗങ്ങളുമായി കവി സച്ചിദാനന്ദൻ സംവദിച്ചു. സാഹിത്യത്തിന്റെ പ്രാധാന്യം ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിൽ എന്ന വിഷയത്തിലായിരുന്നു സംവാദം. പിറന്നാൾ നിറവിലെത്തിയ കവിയെ സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി ഉപഹാരം നൽകി ആദരിച്ചു. വൈസ് പ്രസിഡന്റ് AM വക്കച്ചൻ, പരിശീലന കേന്ദ്രത്തിന്റെ ചുമതലയുള്ള ബിന്ദു കിഷോർ എന്നിവർ കവിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു. കവിയുടെ പ്രശസ്ത കവിതകളിലെ കഥാപാത്രങ്ങൾ വേഷവിധാനങ്ങളോടെ എത്തിയത് നവ്യാനുഭവമായി. തുടർന്ന് കേക്ക് മുറിച്ച് കുട്ടികളുമായി പങ്കുവച്ചും ചങ്ങാത്തം കൂടിയുമാണ് അദ്ദേഹം തിരികെ മടങ്ങിയത്.
അന്തരിച്ച കലാനാടക പ്രവർത്തകൻ VS മോഹൻദാസിനെ അനുസ്മരിച്ച ജന്മനാടായ ചേർപ്പ് നവരശ്മി ബാലജന സഖ്യവും മോഹൻദാസിന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. സാംസ്കാരിക പ്രവർത്തകൻ ജോൺസൺ ചിറമൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KB പ്രമോദ് അധ്യക്ഷനായി. നവരശ്മി യൂണിറ്റ് സഹകാരി KL ആന്റണി അനുസ്മരണ പ്രഭാഷണം നടത്തി. പെരുവനം സതീശൻ മാരാർ, CK ഭരതൻ, പ്രസാദ് അംഗത്തിൽ, സതീഷ് താഴ്ത്തുവീട്ടിൽ, ഗോപകുമാർ ഊരകം, വിമൽ, റഷീദ് ഊരകം, KB പ്രസാദ് എന്നിവർ സംസാരിച്ചു. വിയ്യൂർ പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട് കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ച് കാറിന് മുകളിലേക്ക് മറിഞ്ഞു. ഇന്ന് രാവിലെ 7:00-ഓടെയാണ് അപകടം. തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വൺവേയിലൂടെ പോവുകയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് പാതയിലെ കോൺക്രീറ്റ് ഡിവൈഡറുകളും ഇടിച്ചു തകർത്താണ് റോഡിൽ മറിഞ്ഞത്. ഷൊർണൂർ ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന കാറിനു മുകളിൽ തട്ടിയാണ് വാഹനം മറിഞ്ഞത്. അപകടത്തിൽ കാറിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് റോഡിൽ വൻ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. കയ്പമംഗലം 3 പീടികയിൽ തെരുവുനായയുടെ ആക്രമണം. 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. 3 പീടിക സെന്ററിന് കിഴക്ക് ഭാഗത്തെ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റോപ്പിലാണ് തെരുവുനായയുടെ ആക്രമണം ആദ്യമുണ്ടായത്. ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന 3 പേരെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട സ്വദേശി ലീന, മകൻ ഇമ്മാനുവൽ, പാലക്കാട് സ്വദേശി രാജേഷ് എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ആക്രമണത്തിന് പിന്നാലെ തെരുവുനായ 3 പീടിക ടൗണിലൂടെ വടക്ക് ഭാഗത്തേക്ക് ഓടി. ഇവിടെ അറവുശാല സെന്ററിൽ വെച്ച് കയ്പമംഗലം സ്വദേശി വിഷ്ണുവിനെയും തെരുവുനായ കടിച്ച് പരിക്കേൽപ്പിച്ചു. തെരുവുനായയുടെ കടിയേറ്റ 4 പേരെയും ഉടൻ തന്നെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CS നിഷാദ് അധ്യക്ഷനായി. വലപ്പാട് ASI PK സൈഫുദ്ദീൻ ക്ലാസ് എടുത്തു. യൂണിറ്റ് സെക്രട്ടറി KS അബ്ദുൽ ജബ്ബാർ, ട്രഷറർ പ്രസന്നകുമാർ എന്നിവർ സംസാരിച്ചു. DYFI എടതിരുത്തി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ പ്രസിഡന്റ് NC ആർദ്ര അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൌമി പ്രസാദ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV സതീഷ്, DYFI മേഖലാ ഭാരവാഹികളായ മിഖിൽ മണികണ്ഠൻ, PR അശ്വന്ത്, AA നസീബ്, അഭിനവ് പ്രസാദ്, KS രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പെരുമ്പിളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ദ്വാദശി ഊട്ട് സമർപ്പണം ബുധനാഴ്ച നടക്കും. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾക്ക് തുടക്കമാകും. മഹാഗണപതി ഹോമം, കാൽ കഴുകിച്ച് ഊട്ട്, ലക്ഷ്മി നാരായണ പൂജ, ഭൂമി പൂജ, നാമജപം എന്നിവ ദ്വാദശി ഊട്ടിന്റെ ഭാഗമായി നടക്കും. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രസാദ ഊട്ട് വിതരണം ചെയ്യും. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് സമർപ്പണവും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം, പെരുമ്പിളിശ്ശേരി, ചേർപ്പ്, പൂത്തറക്കൽ. ഫോൺ 8943703399 9633531374. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,610 രൂപ, പവന് 1,16,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സ്കൂൾ കുട്ടികൾക്ക് വിൽപ്പന നടത്താനുള്ള MDMAയും കഞ്ചാവുമായി 2 പ്രതികളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു.
സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ആംബുലൻസ് സർവീസിന് തുടക്കം കുറിച്ചു. ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തന ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും ഗീതാ ഗോപി MLA നിർവഹിച്ചു. ചൊവ്വൂർ YMCAയുടെ 45-ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മാർപ്പാപ്പയുടെ ഷെവലിയർ ബഹുമതിക്ക് അർഹനായ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളത്തിന് യോഗത്തിൽ അനുമോദനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.